ഭൂതകാലം മൂവിയിലാണെന്ന് തോന്നുന്നു അത്ര അധികം ഒരു പെർഫോമൻസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അബ്ദുൽ രാജ്. സിനിമ എഡിറ്റഡ് ലവ് ടു ഡേൾസിലേക്ക് ഏവർക്കും സ്വാഗതം. മാർട്ടിൻ ജോസഫ് ഡയറക്ട് ചെയ്ത് ലിൻഡോ ജോസഫും ജോമോൻ ജോണും കൂടി റൈറ്റ് ചെയ്ത ദൃഢം എന്ന് പറയുന്ന മൂവിയുടെ റിവ്യൂ പറയാനാണ്. ട്രെയിലർ ഒട്ടുമിക്ക പേരും കണ്ടിട്ടുണ്ടാവില്ല എന്നറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഈ സിനിമ കാണാൻ പോയത് ട്രെയിലർ, ആ സിനിമ ടീസർ ഒന്നും കാണാതാണ്. ഈ സിനിമ എനിക്ക് സമ്മാനിക്കുന്ന ഈ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ സത്യം പറയാൻ പോയത്. ഇപ്പൊ ഞാൻ ഒരു സിനിമയും ട്രെയിലർ പോലും കാണാതെ അങ്ങനെ പോകാറില്ലാത്തതാണ്. എന്താണെന്നറിയാൻ പറ്റില്ല, ഈ സിനിമ എന്താന്ന് പോലും അറിയാൻ പറ്റില്ല, സിനിമ എന്താണ് അവർ ഉദ്ദേശിക്കുന്ന കണ്ടന്റ് എന്നും പോലും അറിയാൻ പറ്റില്ല. നേരെ പോയി കാണുകയായിരുന്നു. അങ്ങനെ ഉണ്ടാക്കിയ ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് പറയാനുള്ളത്. അല്ലാണ്ട് നമ്മൾ മറ്റ് സിനിമയായിട്ട് കമ്പയർ ചെയ്ത അല്ലെങ്കിൽ ഇന്ന സിനിമ അങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഒരു പോലീസ് കേസ് അന്വേഷണം ഭാഗമായിട്ട് വരുന്ന ഒരു സിനിമ ഇന്ന രീതിയിൽ കണ്ടന്റ് മേക്ക് ചെയ്ത് അങ്ങനെയൊക്കെ ആയിരിക്കും പോണത്. പക്ഷെ ഇത് അങ്ങനെയല്ല. എനിക്ക് ആ സിനിമയെ പറ്റി ഒന്നും അറിയാൻ മേലാണ്ടും, അല്ലെങ്കിൽ ആ സിനിമയുടെ ട്രെയിലറാ ടീസറാ ഒന്നും കാണാണ്ടും ഒക്കെ ഒന്നും അറിയാൻ മേലാതെ പെട്ടെന്ന് വായിച്ച് ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത്. മാർട്ടിൻ ജോസഫ് നമ്മുടെ ജിത്തു ജോസഫിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ്. പുള്ളിക്കാരൻ എൻ്റെ ആ ഒരു സ്റ്റൈലിൽ രീതിയും പിടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ട്. പക്ഷെ എന്നാലും പുള്ളിക്കാരൻ അല്ലെങ്കിൽ മാർട്ടിൻ ജോസഫ് പുള്ളിയുടെ ഒരു ടച്ച് എവിടെയൊക്കെയോ പുള്ളി കൊണ്ടുവരാണ്ട് ഒരുപാട് ശ്രമിക്കുകയും അത് വിജയിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ അത്യാവശ്യം വിജയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ആ രീതിയിലാണ് സിനിമ മൊത്തത്തിൽ കൊണ്ടുപോയിരിക്കുന്നത്. സിനിമയുടെ ഒരു പശ്ചാത്തലം വരുന്ന ഒരു മലയോര മേഖലയിൽ ചെറിയൊരു പോലീസ് സ്റ്റേഷനും അത് കേന്ദ്രീകരിച്ച് ഒരു SI ജയ് വിശ്വനാഥൻ എന്ന ക്യാരക്ടറാണ് ഷെയ്ൻ നിഗം ഇതിനകത്ത് വരുന്നത്. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ക്യാരക്ടർ ഇൻട്രൊഡക്ഷനും അങ്ങനെയൊക്കെ രീതിയിലാണ് മൊത്തം പോകുന്നത്. സിനിമ ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒരു ലാഗ് ബേസ് ചെയ്ത് ഏറിയൊരു ലാഗ് അവിടെ ഇവിടെയൊക്കെ എനിക്ക് തോന്നിച്ചായിരുന്നു. അത് ഞാൻ ഓർത്തിന് ഓവറോൾ ഇനി പടം നോർമലി പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ കേസ് അന്വേഷണം അങ്ങനെ തുടർന്ന് അന്വേഷണം, പിന്നെ അത് അവസാനം ചിലപ്പോൾ കേസ് വിജയിക്കുന്നതായിട്ടോ ചിലപ്പോൾ തോൽക്കുന്നതായിട്ടോ ആ രീതിയിലേക്കാണ് മിക്ക സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. അന്വേഷിക്കുകയും കണ്ടെത്തും അങ്ങനെയുള്ള കേസ് അന്വേഷണ രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവുക. പക്ഷേ ഇത് എന്ത് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ആ സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്ക് തോന്നിച്ചത് അവര് ഒരു ഹിന്ദി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് എല്ലാവർക്കും അത് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്നുണ്ടായില്ലെന്ന് എനിക്ക് ഡൗട്ടാണ്. പക്ഷെ അത് നമ്മളിപ്പോ ഒരു ക്രൈം ത്രില്ലർ മൂവി ആണെങ്കിൽ, അങ്ങനത്തെ ടൈപ്പ് മൂവിയൊക്കെ ഒരുപാട് വാച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അതുമായിട്ട് കമ്പയർ ചെയ്ത് നമുക്ക് നോക്കാനോ പറ്റും. അപ്പൊ ഇങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അല്ലെങ്കിൽ അത് എന്തെങ്കിലും ഒരു ഹിന്ദി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കഥ തുടക്കം തൊട്ട് എങ്ങനെയാണോ, അല്ലെങ്കിൽ ആ പടത്തിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ജസ്റ്റ് ഒരു കയറില് നമ്മളൊരു സംഭവം കെട്ടിമുറുക്കുന്ന പോലെയാണ് ആ സിനിമയുടെ മൊത്തത്തിൽ ആ കഥ തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഉദാഹരണം തന്നെ പറയുകയാണെങ്കിൽ ഇപ്പൊ ഒരു കയർ ഉപയോഗിച്ച് ഒരു കെട്ട് മുറുക്കുന്നത്, ആദ്യം നമ്മൾ മയത്തിലൊരു കെട്ട് മുറുക്കുന്നു, പിന്നെ അവസാനം ഒറ്റ കെട്ടായിരിക്കും. ചിലപ്പോ അഴിഞ്ഞു പോകാൻ വരെ പാടുപെട്ടു പോകുന്ന രീതിയിലുള്ള കെട്ടായിരിക്കും. അതുപോലത്തെ ഒരു കാറ്റഗറിപ്പെട്ട കഥ. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ എത്ര പേർക്ക് മനസ്സിലാവണമെന്ന് അറിയാൻ വരെ, എന്തായാലും ഞാൻ പറയുകയാണ്. പെട്ടെന്ന് ഒരു മയത്തിന് ഒരുമാതിരി നമ്മള് പടത്തിലോട്ട് ഒരു ഉറക്കം തൂങ്ങിയിരുന്നിട്ട് അവസാനം ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് ഒരു ചെറിയൊരു നമുക്കൊരു കാണാനുള്ള ഇൻട്രസ്റ്റ് തോന്നുകയും പിന്നെ ഒന്നുകൂടി ഇൻട്രസ്റ്റ് ഒന്നുകൂടി കൂടുകയും ഏറ്റവും അവസാനം സത്യം പറഞ്ഞ പടത്തിന്റെ എൻഡിനോട് അടുക്കുമ്പോൾ ശരിക്കും പടത്തിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ശരിക്കും കൂടുന്ന, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നമ്മുടെ മുമ്പിൽ നടത്തുന്നു. അങ്ങനെ ഒരു കാറ്റഗറിപ്പെട്ട സിനിമ പ്രസന്റേഷൻ രീതിയാണ് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. അത് സിനിമയെ കാണുന്ന ഒരു പ്രേക്ഷകൻ ചിലപ്പോ നമ്മള് വല്ലപ്പോഴൊക്കെ കൂടി അല്ലെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിൽ 1-2 സിനിമയൊക്കെ വാച്ച് ചെയ്യുന്ന ഒരാളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നല്ല രീതിയിൽ പടം വർക്കായെന്ന് പറയാം. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എനിക്ക് സമ്മാനിച്ചെന്ന് പറഞ്ഞാൽ ഒരു വൺ ഡേ വാച്ച്, ഒരു ആവറേജ് അനുഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ പടം കാണാനും അല്ലെങ്കിൽ നമ്മളിപ്പോ മേക്കിങ്ങിന്റെ കാര്യം ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ട്. പക്ഷെ ഫസ്റ്റ് ഹാഫ് നോർമലി ജിത്തു ജോസഫ് സിനിമ അല്ലെങ്കിൽ എങ്ങനെയാ വന്നത്, അല്ലെങ്കിൽ ആ പുള്ളിക്കാരന്റെ അസിസ്റ്റന്റ് ഡയറക്ടറാണ് പുള്ളിക്ക് ഈ മാർട്ടിൻ ജോസഫ്. പുള്ളിക്കാരൻ ചെയ്തു വെച്ചിരിക്കുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നോർമലി ജിത്തു ജോസഫിന്റെ സ്റ്റൈലും, സെക്കൻഡ് ഹാഫ് പുള്ളിയുടെ ടച്ചാണ് പിടിച്ചിരിക്കുന്നത്. അതായത് മാർട്ടിൻ ജോസഫിന്റെ ടച്ച് പുള്ളി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് ഈ സിനിമയിൽ ഉടനീളം.
പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ സിനിമ അവര് അവസാനം ഒരു ക്ലൈമാക്സോടെ നമ്മളെ അടുക്കുമ്പോൾ നമ്മൾക്ക് ആ ശരിക്കും ഒരു ഉറക്കം വന്ന് ഈ തൂങ്ങിയിരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് അറിയാൻ മേലെ ഇത് കണ്ണും തള്ളിയിരുന്നു പോലെ ആ ഒരു അവസ്ഥയാണ് എനിക്ക് പടത്തിന്റെ ഒരു ക്ലൈമാക്സ് ആ സീനുകൾ അടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി. അല്ലെങ്കിൽ എനിക്ക് തോന്നി ഞാൻ മാത്രമല്ല എന്റെ ഒപ്പം സിനിമ കണ്ട ഒട്ടുമിക്ക പേരുടെയും എക്സ്പ്രഷൻ ഞാൻ കാര്യം ശ്രദ്ധിച്ചായിരുന്നു. എല്ലാവർക്കും അതേപോലത്തെ എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. സിനിമ എനിക്ക് വർക്കായി. പക്ഷെ എന്നാൽ അത് പിന്നെ പിന്നെ അല്ലെങ്കിൽ ഒരു മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞ് നമുക്ക് കാണാനാട്ടാ അല്ല അത് മാത്രം അത്രമാത്രം ഉള്ള പടം എന്ന് വെച്ചാൽ അല്ല. എന്നാലും അവര് ഒരു ഡിഫറെന്റ് ആയിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടൊരു രീതി അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാ പശ്ചാത്തലം എന്ന രീതിയിൽ നോക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഒരു താല്പര്യം മൊത്തത്തിൽ സിനിമയുടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് അത് എനിക്ക് ഞാൻ ഓരോ സിനിമ അല്ലെങ്കിൽ ഇപ്പൊ ക്രൈം ത്രില്ലർ സിനിമയാണെങ്കിൽ കാണാൻ പോകുമ്പോൾ ഇതുവരെ വന്നിട്ടുള്ള കഥാപശ്ചാത്തലം അല്ലെങ്കിൽ മേക്കിങ്ങിന്റെ രീതിയാണെങ്കിലും ക്യാമറയുടെ രീതിയാണെങ്കിലും എല്ലാം വ്യത്യസ്തമായിട്ടുണ്ടെന്ന് ഞാൻ മെയിനായിട്ട് ശ്രദ്ധിക്കാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ അങ്ങനെയാണ് മിക്ക പടവും അങ്ങനെ ശ്രദ്ധിക്കാറുള്ളത്. എല്ലാ പടവും അങ്ങനെ വാച്ച് ചെയ്യുന്നവരെല്ലാം ഉണ്ടെന്ന് എനിക്കറിയാൻ പറ്റില്ല. പക്ഷെ ഞാൻ അങ്ങനെയാണ് കാണുക. അപ്പൊ ഞാൻ ഒരു ക്രൈം ത്രില്ലർ സിനിമ കാണുമ്പോ അപ്പൊ അതിന് മുമ്പ് ഇറങ്ങിയ ഒരു അതിന് മുമ്പ് ഞാൻ വാച്ച് ചെയ്യാൻ പറ്റിയ എനിക്ക് ക്രൈം ത്രില്ലർ വിവാദപ്പെടുന്ന ഒരു പടം അതിനെക്കാട്ടും ഒരു പിടി മുന്നിൽ നിൽക്കുക അല്ലെങ്കിൽ അതേ ടൈപ്പ് കഥ അല്ലെങ്കിൽ അതിന്റെ ഒരു വ്യത്യസ്തമായിട്ടൊരു കഥാപശ്ചാത്തലം മല്ലം എന്നുള്ള രീതിയിൽ ആഗ്രഹിച്ച് കയറുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നോക്കിയിട്ട് എനിക്ക് ഈ പടത്തിന്റെ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതിയും മൊത്തത്തിൽ ഒരു ഇൻട്രൊഡക്ഷൻ സീനും അല്ലെങ്കിൽ ക്യാരക്ടർ ഇൻട്രൊഡക്ഷൻ സീനും അല്ലെങ്കിൽ ഒരു നോർമലി നടക്കുന്ന കേസ് അന്വേഷണം ഭാഗമായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അവസാനത്തെ ക്ലൈമാക്സ് പിന്നെ ഒരു രക്ഷയില്ല. നമ്മളെ കണ്ണും തലയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണും തല ഒട്ടും പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ നമ്മളൊരു സിനിമയെ പോലും അല്ലെങ്കിൽ നമ്മളിപ്പോ കഥ അല്ലെങ്കിൽ കഥ ഇന്ന കാര്യങ്ങളൊക്കെ ചുടച്ച് പോകുമ്പോ നമ്മളിപ്പോ പ്രതീക്ഷിക്കും ആ ഒരു രീതിയിലുള്ള ഒരു ക്ലൈമാക്സ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ ഒരു നമ്മളിപ്പോ കുറച്ചു നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു അരമണിക്കൂറോളം നമ്മൾ കണ്ടിരുന്ന ഒരു പടത്തിന്റെ അല്ലെങ്കിൽ പടം തീരാറാക്കി ഇനി ഒരു അരമണിക്കൂറും കൂടി ഉണ്ടാകും. അപ്പൊ അതിന് മുമ്പ് വരെ നമുക്ക് മനസ്സിലാകണം. അപ്പൊ ഈ രീതിയിൽ നമ്മൾക്ക് പടം ചിലപ്പോൾ തീരുമായിരിക്കുന്ന ഒരു മൈൻഡ് കിട്ടും, ഒരു ഐഡിയ കിട്ടുമായിരിക്കും. നമ്മൾ നോർമൽ സിനിമയൊക്കെ കാണുന്ന ഒരു പ്രശ്നം എന്ന രീതിയിൽ ചിലപ്പോൾ അങ്ങനെ രീതി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെയല്ല. പക്ഷെ വേറൊരു രീതിയിൽ ആ ഒരു പ്രസന്റ് ചെയ്യുന്ന പറഞ്ഞാൽ മതി ക്ലൈമാക്സ്. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലൈമാക്സും ഫസ്റ്റ് സെക്കൻഡ് ഹാഫിന്റെ പകുതി തൊട്ടാണ് എനിക്ക് നല്ലപോലെ പടം വർക്കായെന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് അതിൽ സൈനികത്തിന്റെ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് മൊത്തം ഒരു ഷോ ബേസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ എങ്ങനെയാന്ന് അല്ലെങ്കിൽ പോലീസുകാരനെ നമ്മള് ഒരു ഫസ്റ്റ് ടൈം ഒരു പോസ്റ്റിംഗ് കിട്ടിയ സ്റ്റേഷനിലായിട്ട് നോർമലി ഒരു പോലീസുകാർ SI ജോയിൻ ചെയ്യുമ്പോൾ അവിടുത്തെ സ്ഥലങ്ങളും അവിടുത്തെ കാറ്റഗറിപ്പെട്ട ഓരോ മനുഷ്യരെല്ലാരും പരിചയപ്പെടുന്ന രീതിയിലുള്ള ഒരു അഭിനയാണ് ഫസ്റ്റ് ഹാഫ് മൊത്തം. നമ്മൾക്ക് ആ ക്യാരക്ടർ എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് ഏത് രീതിയിലുള്ള പെർഫോമൻസ് ആണ് ആ ടൈമിൽ ആ സിറ്റുവേഷൻ വേണ്ടെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ അത് നല്ല ഭംഗിയായിട്ട് തന്നെ ഷൈനികം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. പിന്നെ അവസാനം പടത്തിന്റെ ഒരു എൻഡിനോട് അടുക്കുമ്പോൾ ആ സമയത്ത് ആ സിറ്റുവേഷനിലേക്ക് വന്ന ക്യാരക്ടറിന് ചേഞ്ച് ചെയ്യും. പിന്നീട് അങ്ങോട്ട് നമുക്ക് ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ സെക്കൻഡ് ഹാഫിന്റെ ഒരു പകുതി ഹാഫ് തൊട്ട് ഷൈനികത്തിന്റെ ഒരു പൊളിച്ച് അടുക്കൽ രീതിയിൽ എന്ന് പറഞ്ഞാൽ മതി. അവസാനം ഞാൻ പറഞ്ഞാൽ ആ രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഞാൻ ഭൂതകാലത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മതി. ഞാൻ ഷൈനികത്തിന്റെ ഒരു പടം സ്ഥിരം കാണുന്ന ഒരു പ്രശ്നം എന്ന രീതിയിൽ ഞാൻ പറയാണ്, ഭൂതകാലം മൂവിയിലാണെന്ന് തോന്നുന്നു അത്ര അധികം ഒരു പെർഫോമൻസ് ഒരു ഫൈറ്റ് സീനും എല്ലാം കൂടി നമ്മളിപ്പോ മൊത്തത്തിൽ ഒരാളെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോ എങ്ങനെ ഇതിലുള്ള പ്രസന്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മള് കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തികളാണെങ്കിൽ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ പറ്റുന്നത് അപ്പൊ ഒരു ഇമോഷൻ നിറഞ്ഞ രീതിയിലുള്ള ഫൈറ്റ് സീനും അങ്ങനെയൊക്കെയാണ് പ്രതീക്ഷ. അപ്പൊ ആ ഒരു അതായത് നമ്മളിപ്പോ നോക്കുമ്പോ അത് ആ എക്സ്പ്രഷൻ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇമോഷൻ കരച്ചിലും വരുന്നുണ്ട് ദേഷ്യം വരുന്നുണ്ട് എല്ലാം കൂടി കളർന്നൊരു എക്സ്പ്രഷൻ രീതിയാണ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ മെയിനായിട്ട് ഞാൻ ആ പുള്ളിക്കാരന്റെ സൈനികത്തിന്റെ എക്സ്പ്രഷൻ കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിച്ചത്. ഇത് ഭയങ്കര നല്ലപോലെ പുള്ളി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ മതി. ഒന്നുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള പെർഫോമൻസ് ആണ് അതിൻ്റെ അത് കാഴ്ചവെക്കുന്നത്. ഈ പടത്തെ പറ്റി എനിക്ക് പറയാനുള്ള ഓവറോൾ ഒരു വൺ ടൈം വാച്ച് മൂവി എന്നേ പറയാനുള്ളൂ. അപ്പൊ എല്ലാരും പോയി വാച്ച് ചെയ്യുക, എല്ലാവരുടെ അഭിപ്രായം പറയാം. ഓക്കെ.